ഹരേ കൃഷ്ണ. ദേവധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദക്ഷൻ നാരദ മഹർഷിക്ക് കൊടുത്ത ശാപത്തിന്റെ കഥ കേൾക്കാം. നാരദൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അനശ്വരമായത് എന്നാണ്. നാരദനു മാത്രമാണ് ദേവന്മാരുടെയും അസുരന്മാരുടെയും ആദരവ് സ്വീകാര്യമായത്. മഹർഷി സദാ ശ്രീനാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണാധാരിയായി മരണമില്ലാത്തവനായി ഇപ്പോഴും ജീവിക്കുന്നു. നാരായണ ഭക്തി സമസ്ത ജനങ്ങളിലും ഉപദേശിക്കുന്നു. ഭൂമിയിൽ ജനപ്പെരുപ്പം സൃഷ്ടിക്കുവാൻ വേണ്ടി ദക്ഷ പ്രജാപതി ഭൂലോകത്ത് ആയിരക്കണക്കിന് ജനങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ നാരദ മഹർഷിയാകട്ടെ ജനങ്ങളെയെല്ലാം ആത്മീയ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടേയിരുന്നു. നാരദ മഹർഷിയുടെ ഈ പ്രവൃത്തി ദക്ഷന് നാരദനിൽ കോപമുണ്ടാക്കി. ആ കാരണത്താൽ ദക്ഷൻ നാരദന് ശാപം കൊടുത്തു. ഒരു സ്ഥലത്ത് ഒരു മുഹൂർത്തത്തിനപ്പുറം നിലയുറയ്ക്കാൻ കഴിയാതെ പോകുമെന്നും അങ്ങനെയല്ലാതെ തങ്ങിയാൽ മഹർഷിയുടെ തലച്ചോറ് പൊട്ടിപ്പോകുമെന്നായിരുന്നു ശാപം. തന്മൂലമാണ് നാരദർ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് 3 ലോകത്തും തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ദക്ഷ പ്രജാപതിയുടെ ശാപം നാരദന് ലഭിക്കാൻ കാരണം. താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.